ബാങ്കുകളിലെ റീറ്റെയിൽ ഉപയോക്താക്കൾക്ക് 5000 ദിർഹം മിനിമം ബാലൻസ് നിർബന്ധമാക്കാനുള്ള തീരുമാനം UAE സെൻട്രൽ ബാങ്ക് മാറ്റിവെച്ചു. രാജ്യത്തെ എല്ലാ ലൈസൻസുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവരുടെ റീറ്റെയിൽ ഉപയോക്താക്കളുടെ മിനിമം ബാലൻസ് തുക 3000 ദിർഹത്തിൽ നിന്ന് 5000 ദിർഹമായി ഉയർത്തുന്നത് സംബന്ധിച്ച തീരുമാനമാണ് മാറ്റിവെച്ചത്. വരുന്ന മാസം 1 മുതൽ മിനിമം ബാലൻസ് 5000 ആയിരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഹജ്ജിനായി ഇതിനോടകം 10,70,000 തീർത്ഥാടകർ രാജ്യത്തെത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയ. എല്ലാ തീർത്ഥാടകർക്കും സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ഹജ്ജ് അനുഭവം ഉറപ്പാക്കാൻ വിവിധ മേഖലകളിൽ വിപുലമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു. ഈ വർഷം 14 ലക്ഷത്തിലധികം നുസുക് സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും 30-ലധികം പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ നുസുക് ആപ്പ് വഴി ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹജ്ജിനായി എത്തിച്ചേരൽ മുതൽ പുറപ്പെടൽ വരെയുള്ള മുഴുവൻ തീർത്ഥാടക യാത്രകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് സുഗമമായി സാധ്യമാക്കുന്നത്. ഗൾഫ് മേഖലയിൽ സ്ത്രീകൾക്കിടയിൽ ഹൃദ്രോഗം വൻതോതിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്ത്രീകൾക്കിടയിൽ ഹൃദ്രോഗം 50% വർദ്ധിച്ചതായാണ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്കിടയിൽ സ്തനാർബുദവും ആശങ്കാജനകമായ വിധത്തിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും നേരത്തെയുള്ള കണ്ടെത്തലും വിദഗ്ധ ചികിത്സയും കാരണം അതിജീവന നിരക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. സ്ത്രീകൾക്കിടയിൽ പുകവലി കൂടുന്നതും വ്യായാമം കുറയുന്നതും പ്രധാന കാരണങ്ങളാണ്. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ കനത്ത ചൂട് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് UAE വാന നിരീക്ഷകർ. ദിവസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത ചൂടിനെ തുടർന്ന് ഇനി ചൂട് കുറഞ്ഞ കാലാവസ്ഥയായിരിക്കും വരും ദിനങ്ങളിലെന്നാണ് പ്രവചനം. രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന കഠിനമായ ഉഷ്ണതരംഗത്തിൽ നിന്ന് മോചനം നേടി വരും ദിവസങ്ങളിൽ താപനില 4 മുതൽ 5 ഡിഗ്രി വരെ കുറയുമെന്നാണ് നിഗമനം. കണ്ണൂർ സ്വദേശിനി അബുദാബിയിൽ അന്തരിച്ചു. തലശ്ശേരി മുണ്ടേരി ആര്യമ്പത്ത് ഉസ്ന ഷെറീൻ ആണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കോഴിൻമൂല ചാലിൽ ഫഹദിന്റെ ഭാര്യയാണ്. ആദ്യ EMS സർക്കാർ മുതൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മ സംഘടിപ്പിച്ച EK നായനാർ അനുസ്മരണ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഓർമ്മ പ്രസിഡന്റ് ഷിയാബ് പെരിങ്ങോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ NK കുഞ്ഞാമത്ത് എന്നിവർ സംസാരിച്ചു. പ്രദീപ് തോപ്പിൽ സ്വാഗതവും അശ്വതി നന്ദിയും പറഞ്ഞു. അണ്ടർ 17 ലോകകപ്പ് ഫിഫ അറബ് കപ്പും ഉൾപ്പെടുന്ന ടൂർണമെന്റ് നവംബർ 3 ഖത്തറിൽ ആരംഭിക്കും. അണ്ടർ 17 ഫൈനൽ നവംബർ 27 ഖത്തറിലെ ഖലീഫ സ്റ്റേഡിയത്തിലായിരിക്കും മാറ്റുരയ്ക്കുന്നത്. അറബ് കപ്പിൽ ഗ്രൂപ്പ് സിയിൽ ഈജിപ്ത്, ജോർഡൻ, UAE എന്നീ ടീമുകളാണ് ഉള്ളത്. കുവൈറ്റ് മൊറിത്താനിയ മത്സരത്തിൽ വിജയിക്കുന്ന ടീം 4ാമതായി ഇതിൽ ഇടം പിടിക്കും. ഇനി ഇന്നത്തെ പ്രത്യേക വാർത്ത. സൗര കൊടുങ്കാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിശക്തമായ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് സൗര കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. നിസ്സാരമല്ലിത്. സൂര്യനിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറികൾ മൂലമാണ് ഭൂമിയിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും ഇത്തരത്തിൽ അതിശക്തമായ സൂര്യരശ്മികൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബഹിരാകാശ കാലാവസ്ഥാ നിരീക്ഷകർക്കിടയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ മാസം 13 മുതൽ ഇത്തരത്തിലുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ നെറ്റ്വർക്കുകളെയും സാറ്റലൈറ്റ് പ്രവർത്തനങ്ങളെയും ഊർജ സംവിധാനത്തെയും എല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ശക്തമായ സൗരസ്ഫോടനങ്ങൾ എക്സ്ട്രാ സോളാർ ജ്വാല എന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ളത് ഭൂമിയിൽ പതിച്ചാൽ പതിക്കുന്ന ഇടങ്ങളിലെല്ലാം അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഏറെ കരുതലോടെയാണ് ഇതിനെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നാസയിലെ ശാസ്ത്രജ്ഞർ ഇത് പതിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള മോക്ക് ഡ്രില്ലുകളും ഇപ്പോൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. 2019 കോവിഡ് മഹാമാരി വന്ന പോലെ ഇനി എപ്പോഴാണ് ലോകത്തിന് ഭീഷണിയായി സൗര കൊടുങ്കാറ്റ് കൂടി വരുന്നതെന്ന് കരുതിയിരിക്കാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.